ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനാണെങ്കിൽ മെൻസ്ട്രുവൽ കപ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യായിരുന്നു. ഞാൻ പാഡ്സ് ഒക്കെ യൂസ് ചെയ്തു, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാഡ്സ് യൂസ് ചെയ്തു. എനിക്ക് എപ്പോഴും ഇറിറ്റേഷൻ, റാഷസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഓൾട്ടർനേറ്റീവ് യൂസ് ആയിട്ട് മെൻസ്ട്രുവൽ കപ്പ് ഇസ് മച്ച് ബെറ്റർ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ സെർച്ച് ചെയ്തു. എനിക്കറിയില്ല ഇതുവരെ, എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് മെൻസ്ട്രുവൽ കപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര ഇത് സെറ്റാവോ ഇല്ലയോ ഒന്നും അറിയില്ല. ഞാൻ ഓവർ തിങ്കിങ്ങിൻ്റെ അങ്ങേയറ്റം ഒരു പേഴ്സണാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഫസ്റ്റായിട്ട് മെൻസ്ട്രുവൽ കപ്പ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറേ ബ്രാൻഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഏത് ട്രൈ ചെയ്യണം, എന്താ എവിടെ നിന്നാ ഒന്നും അറിയില്ല. പണ്ട് മെൻസ്ട്രുവൽ കപ്പ് ആദ്യമായിട്ട് ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് ഇൻസേർട്ട് ചെയ്യുന്ന രീതി അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മെസ്സി ആയിരിക്കും, അതെനിക്ക് പറ്റൂല എന്ന് വിചാരിച്ച് ഞാൻ പാഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഫൈനലി ഐ ടുക്ക് ദാറ്റ് ചാൻസ്. എന്നിട്ട് ഞാൻ ഇൻസ്റ്റാമാർട്ടിലാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ സിനോറ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നോക്കിയത്. ബിക്കോസ് ആദ്യം നമായ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നോക്കി, ബട്ട് എനിക്ക് തോന്നി അതിനെക്കാട്ടി കൂടുതൽ റിവ്യൂ ഉണ്ടായിരുന്ന സിനോറയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ സിനോറ ബ്രാൻഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മീഡിയം കപ്പാണ് ഞാൻ എടുത്തത്. അതേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ സ്വിഗ്ഗി, ഇൻസ്റ്റമാർട്ട്. എനിക്ക് സ്മോൾ മതിയായിരുന്നു, ബട്ട് എനിക്ക് പേടിയാണ് സ്മോൾ മതി, അത് ചെറുതാകുമ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ സ്മോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ബട്ട് എല്ലാ ബ്രാൻഡിൻ്റെയും മീഡിയോ ലാർജോ ഉണ്ടായിരുന്നുള്ളൂ ഇൻസ്റ്റാമാർട്ടിൽ. അപ്പം പെട്ടെന്ന് കിട്ടണമല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സിനോറ മീഡിയം എടുത്തു. ഞാൻ ഇന്നലെ ട്രൈ ചെയ്ത് നോക്കി. ബിക്കോസ് എനിക്ക് പീരിയഡ്സിൻ്റെ 3rd ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം, എങ്ങനെ വരും, എന്തായിരിക്കും, ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെർവിക്സിൻ്റെ ലെങ്ത് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കുറേ വീഡിയോസ് കണ്ടപ്പോൾ അതിൻ്റെ ഇങ്ങനെ സെർവിക്സ് ലെങ്ത് നോക്കിയിട്ട് വേണം ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. അപ്പം എപ്പം നമ്മൾ ചൂസ് ചെയ്താലും ആ സ്റ്റെമ്മ് കുറച്ചുള്ളിലോട്ട് നിൽക്കണം, പുറത്തോട്ട് തള്ളി നിൽക്കാൻ പാടില്ല. അപ്പം നമ്മൾ ആ ഒരു ലെങ്ത്തിൽ ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫിംഗർ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ആ ലെങ്ത്തിൽ വരുമ്പോൾ കൂടുതൽ ലെങ്ത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സെർവിക്സ് ലോങ് ആണ്, ഷോർട്ട് ലെങ്ത്ത് ഹാൻഡ് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കുറവാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സ്മോൾ എടുത്താൽ മതി. ഇത് ലോങ് ആയതുകൊണ്ട് ഞാൻ മീഡിയം എടുത്തു. ഓക്കെ ആയിരിക്കും, ഫിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് എടുത്തു. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് ട്രൈ അറ്റംപ്റ്റ് ഓക്കെ ആയില്ല. ബിക്കോസ് സീ ഫോൾഡാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ആ ഫോൾഡ് അങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി, ഒരുമാതിരി ഡിസ്കംഫേർട്ട് തോന്നി. വീണ്ടും ഞാൻ ഊരി സെക്കൻഡ് ട്രൈ ചെയ്ത് നോക്കി, എഗെയിൻ ഫ്ലോപ്പ്. അപ്പം ഞാൻ വേറെ ഏതോ ഫോൾഡാണ് ചെയ്തത്, 7 ഫോൾഡ് ഐ ഗെസ്. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ടും വർക്കായില്ല. അത് ഊരി. അത് കഴിഞ്ഞ് എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. ബട്ട് എന്നാലും ഞാൻ ഇങ്ങനെ റിലാക്സ് ചെയ്തു. ബിക്കോസ് അല്ലെങ്കിൽ മസിൽസ് ടൈറ്റ് ആകുമെന്ന് വിചാരിച്ച് റിലാക്സ് ചെയ്താണ് ചെയ്തത്. ബട്ട് സെക്കൻഡ് ടൈം ചെയ്തപ്പോൾ നല്ല രീതിയിൽ ടെൻഷനായി. ബിക്കോസ് ഇത് അകത്ത് കയറിപ്പോയി, ഫുള്ളി പോയി. അപ്പം എനിക്ക് സ്റ്റെമ്മ് ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് പേടി, ഇതിനി അകത്തോട്ട് കയറിപ്പോയിട്ട് എനിക്ക് പീരിയഡ്സ് 4th ഡേ ആയി. അപ്പം എനിക്ക് ബ്ലഡ് കുറവായിരിക്കും വരിക. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി ഇത് അകത്തോട്ട് കയറിപ്പോയി എനിക്ക് എൻ്റെ സ്റ്റെമ്മ് പിടിക്കാൻ കിട്ടിയില്ലെങ്കിൽ, ഇത് താഴോട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ടെൻസ്ഡായിട്ട് ഊരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് 3rd അറ്റംപ്റ്റ് ചെയ്തു. അപ്പം ഞാൻ പുഷ് ഡൗൺ മെത്തേഡാണ് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പോയി. പക്ഷേ നമ്മൾ എപ്പോഴും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു 45 ഡിഗ്രിയിൽ വേണം ഇൻസേർട്ട് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, സ്ട്രെയിറ്റ് ഇൻസേർട്ട് ചെയ്യാനാണ് നോക്കിയത്. അപ്പോൾ അത് എവിടെയോ കയറി കുത്തുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ലെഗ് ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്നിട്ട് ഒരു ലെഗ് ഹൈ ലെങ്ത്ത്, ഇപ്പം ബെഡിൽ ഞാൻ റൂമിലെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം ഒരു ലെഗ് ഞാൻ ബെഡിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ലെഗ് താഴെയും വെച്ചിട്ട് അങ്ങനത്തെ ഒരു ആംഗിളിലാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോഴത്തേക്കും എന്താ പറയുക, 3rd അറ്റംപ്റ്റിൽ ഇത് കയറി. ഫോൾഡ് നേരത്തെ 2 വട്ടം ട്രൈ ചെയ്തപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല, അകത്ത് ആ ഫോൾഡിൽ തന്നെ നിപ്പുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ അകത്ത് വരെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് എന്താ പറയുക ഒരു ഹാഫ് കയറ്റിയിട്ട് ഞാനിങ്ങനെ കയറുന്നുണ്ടോ, ഫോൾഡ് ഓപ്പൺ ആകുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ടെൻഷനായിട്ട് ഇതിൽ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ആ ഫോൾഡിന് തുമ്പത്ത് സ്റ്റെമ്മിൽ പിടിച്ച് വെച്ചാണ് ഞാൻ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത്. അത് വിടുന്നില്ല ഞാൻ, ടെൻഷനായിട്ട്. സോ ലാസ്റ്റ് ട്രൈയിൽ ഞാൻ ഫുള്ളി ഇൻസേർട്ട് ചെയ്ത്, ആ സ്റ്റെമ്മിൻ്റെ തുമ്പ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഫുള്ളി ഇൻസേർട്ട് ചെയ്തപ്പോൾ അകത്ത് ചെന്ന് ഇതൊരു ടക്ക് എന്നൊരു സൗണ്ട് കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ഫിംഗർ ഇട്ട് ഫുൾ ആ എന്താ പറയുക കപ്പിൻ്റെ ചുറ്റും ഒന്ന് നോക്കിയപ്പോൾ ഫുള്ളി അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സ്റ്റെമ്മിൻ്റെ ഒരു കുറച്ച് ഭാഗം പുറത്തോട്ടും ഉണ്ടായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് ഫൈൻ. ഞാൻ നടന്നു, ഓടി, എല്ലാം ചെയ്ത് നോക്കി. ഇറ്റ് വാസ് വെരി ഗുഡ്. ലൈക്ക് ലിറ്ററലി അകത്ത് ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് ഞാനിപ്പോൾ എങ്ങനെയാണ് വിത്തൗട്ട് പാഡ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു മെൻസ്ട്രുവൽ കപ്പ് വച്ചിട്ട്. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. പാഡൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇറിറ്റേഷനാണ്, ഒരുമാതിരി എന്തോ വച്ച പോലെ നമുക്ക് തോന്നുമല്ലോ ഒബ്വിയസ്ലി. ബട്ട് ഇത്രയും വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഒരു 7th സ്റ്റാൻഡേർഡിൽ പീരിയഡ്സ് ആയതാണ്. ഇപ്പോൾ എനിക്ക് 26 ആയി.
ഇത്രയും വർഷം പാഡ് ഉപയോഗിച്ചതിൻ്റെ ആ കംഫർട്ട് മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു മെൻസ്ട്രുവൽ കപ്പ് എനിക്ക് പറ്റില്ല എന്ന്. ബട്ട് ലിറ്ററലി ഐ എം ടെലിങ് യു മെൻസ്ട്രുവൽ കപ്പ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ബിക്കോസ് അത് വെച്ചപ്പോഴത്തേക്കും ഒന്നും വയ്ക്കാത്ത പോലെ, ലൈക്ക് നോർമലി നമ്മൾ എങ്ങനെ നടക്കുന്ന അതുപോലെ നമുക്ക് എല്ലാം ചെയ്യാം. ഈവൻ നമുക്ക് സ്വിമ്മിങ് വേണമെങ്കിലും ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് 3rd അറ്റംപ്റ്റിലാണ് അത് കറക്റ്റ് ആയത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം ഞാൻ ഇന്ന് പുള്ള് ചെയ്യാൻ നോക്കുമ്പോൾ പുള്ളാവുന്നില്ല. നമുക്ക് കറക്റ്റായിട്ട് അവിടെ ഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിച്ചാൽ അത് വരില്ല. ആദ്യത്തെ 2 വട്ടവും ഞാൻ വലിച്ചപ്പോൾ പെട്ടെന്ന് അത് ഇളകി അങ്ങ് വന്നു. 3rd ടൈം അത് ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഫുൾ കപ്പ് കറക്റ്റായിട്ടായി. ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്തു. വലിച്ചപ്പോൾ ഒരു പ്രഷറിൽ അത് അവിടെ നിൽക്കുകയാണ്. അപ്പം നമ്മളൊന്ന് പുഷ് ചെയ്ത് ഒരു ഭാഗം ഇങ്ങനെ കപ്പിൻ്റെ ഒരു പുഷ് ചെയ്ത് വേണം നമ്മൾ ഇളക്കാൻ. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ ആ സ്റ്റെമ്മിൽ വലിച്ചിളക്കാൻ നോക്കിയാൽ വേദന എടുക്കും. അപ്പോൾ നമ്മൾ ആ കപ്പിൻ്റെ എൻഡിലൊന്ന് പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കണം. അപ്പോൾ അത് നന്നായിട്ട് വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ലീക്കും ആവില്ല. ബിക്കോസ് ആ പുഷ് ചെയ്യുമ്പോൾ ആ പുറത്ത് 4 ഹോളുണ്ട് ആ കപ്പിൽ. ആ വാക്യൂമിൽ എയർ കയറും. അപ്പോൾ ആ പുഷിൽ ഇങ്ങനെ അങ്ങ് ഇളകി അങ്ങ് വന്നു. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. എനിക്ക് മനസ്സിലായി അത് വെച്ചാൽ നമുക്ക് യൂറിനേറ്റ് ചെയ്യാനും, നമ്മൾ വാഷ്റൂമിൽ പോകുമ്പോൾ എപ്പോഴും നമ്മൾ പാഡാണെങ്കിൽ നമ്മളെല്ലാം മെസ്സി ആവും. ഇതാകുമ്പം ആ ഒരു ഹോൾ, നമ്മളുടെ ഹോളിൽ വേറെ ഒരു ഡിസ്റ്റർബൻസും വരില്ല. നമുക്കൊരു 8 hours 10 hours നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്ലോ അനുസരിച്ച്. ഇപ്പം എനിക്ക് ഒരു നോർമൽ ടു ലെസ് ഫ്ലോ ആണ് എൻ്റെ പീരിയഡ്സ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, വെരി കൂൾ, നമുക്ക് എന്ത് ആക്ടിവിറ്റിയും ചെയ്യാം, എല്ലാം ചെയ്യാം. സോ ഇറ്റ്സ് വെരി നൈസ്. ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ എൻ്റെ അൺബോക്സിങ് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇത് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ആക്ച്വലി ഈ സിനോറ ബ്രാൻഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഇത് എടുക്കുമ്പോൾ ഏതൊരു ബ്രാൻഡായാലും, ഞാൻ എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ടാണ് ഈ ബ്രാൻഡിൽ അവസാനം എത്തിയത്. ബിക്കോസ് ഫസ്റ്റ് നമ്മളുടെ വജീനൽ കനാലിൻ്റെ ലെങ്ത് അറിയണം. അത് കഴിഞ്ഞിട്ട് അത് ലോങ് ആണെങ്കിൽ നമ്മൾ ലോങ് ആയിട്ടുള്ള ഒരു മെൻസ്ട്രുവൽ കപ്പ് എടുക്കണം. ഫോർ എക്സാമ്പിൾ സിനോറ ലോങ് ആണ്. പിന്നെ പി സേഫ് ഒക്കെ ചെറിയ ലെങ്ത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ വജീനൽ കനാൽ ചെറുതാണെങ്കിൽ അതെടുക്കണം. അപ്പോൾ അതായിരിക്കും ഫിറ്റ് ചെയ്യുക കൂടുതൽ നന്നായിട്ട്. അപ്പം അങ്ങനെ ഒരു റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് എത്തിയത്. പിന്നെ അതിൻ്റെ സെൻറ്റിമീറ്റർ ഡയമീറ്റർ എല്ലാം ചെക്ക് ചെയ്യണം. അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന പോലെ ലൈക്ക് 18 ടീനേജേഴ്സിന് സ്മോള്, അത് കഴിഞ്ഞ് 25+ അടുത്ത മീഡിയം, ആൻഡ് നോർമൽ എന്താ പറയുക സി സെക്ഷൻ ചെയ്തവർക്ക് മീഡിയമാണ്. അത് കഴിഞ്ഞ് വെജീനൽ ബെർത്ത് ചെയ്തവർക്കാണ് ലാർജ് ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫ്ലോ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ടൈം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ മാക്സിമം റിലാക്സ് ചെയ്ത് ബ്രീത്ത് ചെയ്താലേ നമ്മുടെ മസിൽസൊക്കെ നല്ലതായിട്ട് പോകുള്ളൂ. പിന്നെ ഇതിൽ 4 എന്താ പറയുക ഒരു ഹോൾസ് ഉണ്ട് ചെറുതായിട്ടുള്ള. അത് നമ്മൾ വാക്യൂം സെക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴായാലും എടുക്കുമ്പോഴായാലും ആ ഡൗൺ പാർട്ട് ഒന്ന് പിൻ ചെയ്തിട്ട് വേണം എടുക്കാൻ.